അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, PK ശശിയിൽ തുടങ്ങി G സുധാകരനിൽ എത്തി നിൽക്കുന്ന വിസ്മയം ഒരു വശത്തുണ്ട്. മുൻ MLA മാർ, MLA മാർ. അതത്ര ചെറിയ കാര്യമായി തോന്നുന്നുണ്ടോ? കാരണം ഒരു കാലത്ത് CPM-ൻ്റെ മുഖങ്ങളായി പലയിടത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടവർ, അവരൊക്കെയും പെട്ടെന്ന് ഒരു ദിവസം പാർട്ടി മാറിപ്പോകുന്നവരല്ല. അവർക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലെന്നൊക്കെ നമുക്ക് ആക്ഷേപിക്കാമെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ നിന്ന് ആക്ഷേപിക്കാമെങ്കിൽ പോലും, ആ ഇടങ്ങളിലൊക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ച നേതാക്കളാണ് ഇവരൊക്കെയും എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് G സുധാകരനെ പോലൊരാൾ വിട്ടുപോകുന്നതിൻ്റെ വേദന CPM-ന് അറിയാം. CPM-ന് ആ അങ്കലാപ്പ് കൃത്യമായി ഉണ്ടെന്നും ബോധ്യമാണ്. എന്തുകൊണ്ടാണ് മുൻപെങ്ങുമില്ലാത്ത വിധം CPM-നുള്ളിൽ കലഹം രൂക്ഷമാകുന്നത്, അല്ലെങ്കിൽ ഇടത് കലഹം രൂക്ഷമാകുന്നത്? പ്രധാനപ്പെട്ടവരൊക്കെയും വിട്ടുപോകുന്നവർ, അവരെയൊക്കെ ഏറ്റെടുക്കാനും അവർക്കൊക്കെ ഇടം കൃത്യമായി കൊടുക്കാനും LDF-ഉം UDF-ഉം NDA-യും ഒക്കെ തയ്യാറാകുന്നത്. നോക്കുക കൃഷ്ണരാജെ, പണ്ടെന്ന് വെച്ചാൽ LDF-ഉം UDF-ഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിലെ സംബന്ധിച്ച്. ഇന്നെന്ന് വെച്ചാൽ NDF-ഉം കൂടി വന്നിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് പണ്ടൊരു പൊളിറ്റിക്കൽ ഒരു ഡിപ്ലോമസി ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ അവിടെ എടുക്കില്ല, അവിടെ പോകുന്ന ആൾക്കാർ ഇപ്പുറത്തെടുക്കില്ല. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ അതല്ല. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ കിട്ടുമെന്നുള്ള ഒരു ധാരണ ചിലവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളത് ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രീ പിണറായി സഖാവ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, കടലിൽ കിടക്കുന്ന വെള്ളത്തിന് മാത്രമേ അവിടെ തിരമാല അടിക്കുള്ളൂ, അത് കോരി കൈ കിട്ടി കഴിഞ്ഞാൽ ആ തിരമാല വരില്ല. അപ്പോൾ അതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെന്നല്ല, ആ രാഷ്ട്രീയ പാർട്ടി നിൽക്കുമ്പം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതാണ്, വ്യക്തിത്വത്തിനല്ല. അപ്പം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ. നോക്കൂ, ഇപ്പം ബഹുമാനപ്പെട്ട BJP-യുടെ നേതാവ് എന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുള്ള നിയമത്ത് ഇവിടെ രാജാവാലി ഇരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഞാൻ നിയമം നിവാസിയാണ്, എനിക്ക് ആ MLA കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. സത്യമായി ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് രുദ്രാക്ഷം കറക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും നിയമത്തെ ജനങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. 2, ഇനിയിപ്പം സുരേഷ് ഗോപി വന്നു, തൃശ്ശൂർ ജനങ്ങൾ ഇപ്പം തിരസ്കരിക്കുകയാണ്. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, അടുത്ത പ്രാവശ്യം നോക്കിക്കോളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ആവേശത്തിൽ ജനങ്ങൾ ഒരു വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിവിടെ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് നിറവേറ്റാൻ വേണ്ടി എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നു. ഞാൻ കയറി ഇത്ര മാസത്തിനകത്ത് കൊണ്ടുവന്നു, എത്ര ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഓരോ സ്ഥലത്തായിട്ട് അദ്ദേഹം സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു പറ്റിക്കുന്നത്. ഇനി വരാം, നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കാം. കോർപ്പറേഷൻ്റെ സീറ്റിൻ്റെ ആ ശരാശരി കണക്ക് നിങ്ങൾക്ക് എടുക്കാമല്ലോ. ഓരോ സ്ഥലത്ത് ജയിച്ചിട്ടുള്ള 6ഉം 10ഉം 12ഉം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ അവരൊക്കെ ഒരു 50 സീറ്റിലോട്ട് വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 4 ആഴ്ചക്കുള്ള പ്രധാനമന്ത്രി വരും. പ്രധാനമന്ത്രി എന്നൊരു ബ്ലൂ പ്രിൻ്റ് വരും. എവിടെ തന്നിട്ടുണ്ട്? ശരി, ഈ കൗൺസിലർമാരെല്ലാം ഡൽഹിയിൽ പോയല്ലോ, അവിടെ വെച്ച് എന്തെങ്കിലും അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപിച്ചു? ഇല്ലല്ലോ. നോക്കൂ, ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. BJP-ക്കാരും മനസ്സിലാക്കണം. ആളുകളെ പറ്റിക്കാൻ പാടില്ല. നിങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ നിർമ്മല സീതാരാമൻ. കേരളത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഒന്നാമത് ഇലക്ഷൻ വരണമല്ലോ, ഒന്നുമില്ലെങ്കിൽ ഇലക്ഷൻ ഗിമ്മിക്കെങ്കിലും കാണിക്കണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ് ചെയ്തത്? ആമ വളർത്താന്ന് അവിടെ അതാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾ ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാരണവശാലും BJP-യുടെ അക്കൗണ്ട് തുറക്കില്ല. ഞാനത് നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതി മത വർഗ വർണ്ണ ഭേദം വരുന്ന കേരളത്തിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അന്തരീക്ഷത്തെ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു ജനങ്ങളും താല്പര്യപ്പെടില്ല. അപ്പം അത് അവിടെ ഇരിക്കരുത്. ഇനി കോൺഗ്രസിൻ്റെ എടുക്കാം. കോൺഗ്രസിൻ്റെ എവിടെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് ഇപ്പം നിൽക്കുന്ന നമ്മളെ സ്ഥാനാർത്ഥിയുടെ കൂടെ ബൈറ്റ് ചെയ്യാൻ ആരും ഇല്ലെന്നേ. ഇന്ന ആളാരാണ് ഇന്ന സ്ഥലത്ത് ഇന്ന നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടി ഇരിക്കുന്നത്, ആ ഇതാക്കാൻ വേണ്ടി കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. നിങ്ങൾ നിയമത്തോടെ പോകില്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ജയിക്കില്ലെന്നേ. ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥാനാർത്ഥി വയ്ക്കുമ്പോൾ അതിനെ ബൈറ്റ് ചെയ്ത് ആരെങ്കിലും വേണ്ടേ? അദ്ദേഹത്തിന് എതിരായിട്ട് എനിക്കായിരുന്നില്ലേ? ഏത് സ്ഥലം? തിരുവനന്തപുരം ജില്ലയിൽ എവിടെയുണ്ട്? പറയും, താങ്കൾ പറയും എവിടെയുണ്ട് അദ്ദേഹത്തിന്? കേരളത്തിൽ
അല്ല ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്തും ഇല്ല. ബേസിൽ അതുകൊണ്ടാണ് മറുപടി പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ LDF സർക്കാർ വന്നിരിക്കും. ഒരു സംശയവുമില്ല. നോക്ക്, നമ്മൾ റെഡിയാണ്. ഇപ്പൊ 4 മണിക്ക് ഇപ്പൊ ഇദ്ദേഹം പറയാനായിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ KPCC ആലോചിച്ച് നല്ല ദേശീയ നേതൃത്വം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും. നോക്കൂ, LDF 5 മണിക്ക് എല്ലാ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുകയാണ്. അത്രയ്ക്ക് നമ്മൾ വെൽ സെറ്റപ്പായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ബേസിൽ മറുപടി. നിങ്ങൾ വെൽ സെറ്റപ്പായിട്ടിരിക്കുന്നു. LDF 5 മണിക്ക് നാണമുണ്ടോ പറയാൻ? നിങ്ങൾ വെൽ സെറ്റിൽഡ് ആണ്. ഞങ്ങൾ 5 മണിക്ക് സ്ഥാനാർത്ഥി തീരുമാനിക്കും. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോളാന്നേ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ 140 അസംബ്ലിയിലും UDF വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു മുന്നോട്ട്. നിങ്ങൾ പൊളിറ്റിക്കലായി എന്തെങ്കിലും പറയുന്നത് പറഞ്ഞേ. അല്ല, പൊളിറ്റിക്കൽ നിങ്ങൾ കേരളത്തിൽ വികസനം ഇല്ലാന്ന് പറയൂ. എവിടെ വികസനം? ഓരോ നമുക്ക് ചർച്ച ചെയ്യാം. വിദ്യാഭ്യാസ മേഖല എടുക്കാം, നിങ്ങൾ പൊതുമേഖല എടുക്കാം. അതായത് ഞാൻ പറയുന്നത് ഞാൻ എല്ലാം എടുക്കുന്നത്, നമുക്ക് ഓരോ നാട്ടിൽ എടുക്കുന്നത്. സിവിൽ സപ്ലൈസ് എടുക്കാം, നിങ്ങൾ റോഡുകൾ നോക്കൂ. എന്നിട്ട് വർത്താനം പറയുന്ന പിന്നെ സിവിൽ സപ്ലൈസ് എടുക്കാം. സിവിൽ സപ്ലൈസ് ചെയ്യുന്ന സാധാരണക്കാരന് അരിയില്ലാത്ത അവസ്ഥയാ. സിവിൽ സപ്ലൈസിന് ആരും പറഞ്ഞു. നിങ്ങൾ എവിടെ അരിയില്ല? നിങ്ങൾ നോക്കും മനുഷ്യ. നിങ്ങൾ അതുകൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത്. കേരളത്തിന്റെ മണ്ണിനെ മൊത്തം കാർന്നെടുത്തിട്ട് വന്നിരുന്ന് വർത്താനം പറയണോ? വികസനത്തിന്റെ കാര്യം പറയാൻ വന്നു. നമ്മൾ പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന വികസനത്തിന് പേരിൽ തന്നെ ഒരു സംശയമില്ല. ഈ മന്ത്രിമാര് 20 മന്ത്രിമാര് ഏതെങ്കിലും ഒരു മന്ത്രിയെടുത്ത് നിങ്ങൾക്ക് അഴിമതി വയ്ക്കാൻ പറ്റുമോ? ഏതെങ്കിലും അഴിമതി ഈ 2ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 1ാം പിണറായി സർക്കാർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മന്ത്രി എന്തിനു അഴിമതി വന്നു? ഒരു റീല് പിടിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മരുമനുണ്ടല്ലോ റിയാസ്, ഞാനങ്ങ് പറയട്ടെ വസന്തേ, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മരുമണ്ടല്ലോ റിയാസ്, ഒരു റീല് പിടിക്കാൻ എത്ര രൂപ ചെലവാക്കി? നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ലേ? ഞാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാ. ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഒരു റീല് പിടിക്കാൻ ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ ഒരു 2 ക്യാമറമാൻ വന്നോട്ടെ എത്ര രൂപ ചെലവും? ലക്ഷങ്ങൾ മുടക്കി മുഹമ്മദ് റിയാസിന് PR വർക്ക് ചെയ്ത് സർക്കാരിന്റെ പണമെടുത്ത് മുഹമ്മദ് റിയാസിന് PR വർക്ക് ചെയ്തില്ലേ? ഇതൊക്കെ അഴിമതിയല്ലേ? സാധാരണക്കാരന്റെ നികുതി പണമെടുത്ത്, സാധാരണക്കാരന്റെ ഈ പൊതുഖജാവിന്റെ പണമെടുത്ത് നിങ്ങൾ എത്ര രൂപ നിങ്ങളുടെ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു? അടുത്ത് വർത്താനം പറയണോ? ശരി, മാത്രമല്ല വസന്ത്, ഈ അയ്യപ്പൻ എന്നൊരു വാക്ക് പറഞ്ഞാൽ തീർന്നില്ലേ അഴിമതി എന്നുള്ളതിന് പറയണോ? ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ എത്രയോ പിന്നിലേക്ക് പോയി കിടക്കും.